ഒരു കഥയുണ്ട്. ഇബ്ലീസ് ആദം നബിക്ക് സുജൂദ് ചെയ്യാത്ത ഒരു കഥ. ഇത് ഖുൽനാലിൽ മലായികത്തി സ്ജുദൂലി. നമ്മൾ ഖുർആനിലെ വൈരുദ്ധ്യങ്ങൾ തേടിയുള്ള യാത്രയിലാണുള്ളത്. ഓഹോ, വൈരുദ്ധ്യങ്ങൾ തേടിയുള്ള യാത്രയാണ്. എത്രത്തോളം വൈരുദ്ധ്യങ്ങൾ പറയുന്നോ അത്രത്തോളം മറുപടി തരാനുള്ള യാത്രയിലാണ് ഞങ്ങൾ. പറയ്, കേക്കട്ടെ. ഇത് ഖുൽനാലിൽ മലായികത്തി സ്ജുദൂലി ആദം ഫസജദു ഇല്ലാ ഇബ്ലീസ അബാ വസ്തക്ബർ വകാന മിനൽ കാഫിരീൻ. ഒരു നിഷേധവും നടക്കാൻ പാടില്ലാത്ത അള്ളാഹുവിന്റെ പർദീസയിൽ ഒരു മീറ്റിംഗ് നടക്കുന്നു. അതിൽ കളിമണ്ണിന്റെ സത്തയിൽ നിന്ന് സൃഷ്ടിച്ച ആദം നബിക്ക് മുന്നിൽ സുജൂദ് ചെയ്യാൻ അള്ളാഹു ഇബ്ലീസിനോട് പറഞ്ഞോ ഇല്ലേ? അതാണ് നമ്മുടെ വൈരുദ്ധ്യം. അതാണ് അള്ളാഹു പറഞ്ഞത് ഇങ്ങനെയാണ്. മലക്കുകളോട് അള്ളാഹു പറഞ്ഞ സന്ദർഭം ഇസ്ജുദൂ ലി ആദം, ആദമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഫസജദു, അവർ സുജൂദ് ചെയ്തു. ഇല്ലാ ഇബ്ലീസ, ഇബ്ലീസ് ഒഴികെ. ഇബ്ലീസിനോട് സുജൂദ് ചെയ്യാൻ അള്ളാഹു പറഞ്ഞിട്ടില്ല. അള്ളാഹു പറഞ്ഞത് മലക്കുകളോട് സുജൂദ് ചെയ്യാനാണ് പറഞ്ഞത്. അതിൽ ഇബ്ലീസ് എവിടെ നിന്ന് വന്നു? അപ്പം ഇതാണ് നമ്മുടെ ഊളക്കാളിയുടെ സംശയം. അവിടെ അള്ളാഹു പറഞ്ഞത് മലക്കുകളോടാണ്, ഇബ്ലീസ് അപ്പം എവിടെ നിന്ന് വന്നു? അതെ, സ്വയം മന്ദബുദ്ധിയാകാം, പക്ഷെ ഖുർആൻ പഠിക്കുന്ന ആളുകളെ മന്ദബുദ്ധി ആക്കാൻ വേണ്ടി ശ്രമിക്കരുത്. അതിന് കാരണം അറബിയിൽ ഇല്ല എന്നൊരു പ്രയോഗമുണ്ട്. അറബി നെഹു പഠിച്ചിട്ടുണ്ട്. ഇസ്തിസ്നാ എന്ന് പറയും. ഇസ്തിസ്നാ, ഉസ്ജുദു, നിങ്ങൾ സുജൂദ് ചെയ്യുക. ഇല്ലാ ഇബ്ലീസ് ഫസജദു, അവർ സുജൂദ് ചെയ്തു. ഇല്ലാ ഇബ്ലീസ്, ഇബ്ലീസ് ഒഴികെ. നിങ്ങൾ പോകൂ, ജാമിദ ഒഴികെ. മനസ്സിലായോ? ഈ എക്സെപ്ഷൻ കേസ് അതൊന്ന്. ഇനി അതെടുക്കണ്ട, രണ്ടാമെന്ന് പറയാം. ഈ ഖുർആനിന് ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഈ ഖുർആൻ ഒരു മനുഷ്യരചന അല്ലാത്തത് കൊണ്ട് ഒരു ടോപ്പിക്ക് പറഞ്ഞാൽ അത് ഓർഡറിൽ ഇങ്ങനെ പറയുന്ന ഒരു സംഭവമേ ഖുർആനിലില്ല. അത് സൂറത്ത് യൂസുഫിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ബാക്കിയൊക്കെ ഖുർആന് സസ്പെൻസ് ആയിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ ചെതറിച്ചിടും. എന്തിനാ? വായനക്കാരിൽ കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, റിസർച്ച് മനോഭാവം ഉണ്ടാവാൻ വേണ്ടി. സൂറത്തുൽ അഅറാഫ് എടുക്കുക. ഇത് ഒരിക്കലും ജാമിദ നന്നാക്കാൻ വേണ്ടിയല്ല സംസാരിക്കുന്നത്. അത് അവർ തീരുമാനിക്കാതെ ഒരിക്കലും അവർ നന്നാകത്തില്ല. പക്ഷേ ഇത് കേട്ട് ആർക്കെങ്കിലും ചെറിയ സംശയം പോലും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പറഞ്ഞു. സൂറത്തുൽ അഅറാഫിന്റെ 12-ാമത്തെ ആയത്തെടുക്കുക. അതിൽ ഈ പറയുന്ന അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, മാ മനഅക അല്ലാ തസ്ജുദ ഇത് അമർത്തുക്, ഞാൻ നിന്നോട് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ എന്താണ് ഇബ്ലീസേ നിനക്ക് സുജൂദ് ചെയ്യാൻ സാധിക്കാതിരുന്നത്? സൂറത്തുൽ ബഖറയിൽ ജാമിദ പറഞ്ഞ ആയതിലും പറയുന്നത് എന്താണ്? അള്ളാഹു പറഞ്ഞ സന്ദർഭം, മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ഉസ്ജുദു, നിങ്ങൾ സുജൂദ് ചെയ്യുക. അവിടെ ഇബ്ലീസ് ഇല്ല പോലും. അത് പറഞ്ഞതാരാ? അള്ളാഹു. അതേ അള്ളാഹു തന്നെ അറാഫിൽ പറയുന്നുണ്ട്, ഞാൻ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പം നീ എന്താണ് ഇബ്ലീസെ സുജൂദ് ചെയ്യാനെന്ന് അള്ളാഹു തന്നെ ഇബ്ലീസിനോട് ചോദിച്ചാൽ അള്ളാഹു പറയുന്നുണ്ട്. അതെ, ഖുർആനിലെ ഏതെങ്കിലും ഒരു മൂല എലി കടിച്ച പോലെ എടുത്തു വെച്ചിട്ട് അത് വലിയ സംഭവമാക്കി അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഖുർആന്റെ വൈരുദ്ധ്യങ്ങൾ, ജനങ്ങളുടെ മുമ്പിൽ വൈരുദ്ധ്യം ഉണ്ടാക്കാന്നുള്ള ആ തോന്നലുണ്ടല്ലോ, അതങ്ങ് മാറ്റി വെച്ചാലേ. ഖുർആൻ പഠിക്കേണ്ട പോലെ പഠിച്ചാൽ മതി.